കോഴിക്കോട് മലാപ്പറമ്പ് പെൺവാണിഭ കേസിലെ പ്രതികളായ പോലീസുകാർക്ക് ജാമ്യം ലഭിച്ചത് പോലീസിന്റെ ഒത്തുകളിയെന്ന ആക്ഷേപം. പോലീസുകാർക്കെതിരെ കൃത്യമായ വകുപ്പുകൾ ചേർക്കാത്തതിനാൽ ജാമ്യം ലഭിച്ചെന്നാണ് ആക്ഷേപം. എന്നാൽ പ്രതികളായ പോലീസുകാർക്ക് ജാമ്യം നൽകിയ നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് സിറ്റി പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ഒപ്പം ചേരുന്നു. ഗോകുൽ, പ്രതികളായ പോലീസുകാർക്ക് ജാമ്യം ലഭിക്കുന്നു, അതിന് കാരണം പോലീസിനുള്ളിലെ ഒത്തുകളിയെന്ന് പറയുന്നു. എന്നാൽ സിറ്റി പോലീസ് പറയുന്നു ഈ നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കും എന്ന്. ആരാണ് ഈ പ്രതികൾക്കൊപ്പം എന്നാണ് ഇനി അറിയേണ്ടത്. കൃഷ്ണരാജ്, സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു കേസുകൾ വരുമ്പോൾ, അതായത് സ്ത്രീകളെ കടത്തിക്കൊണ്ടുപോയി മറ്റുള്ള ആളുകൾക്ക് കാഴ്ചവെക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് വിമൺ ട്രാഫിക്കിംഗ് പ്രകാരമുള്ള കുറ്റം ചുമത്തിയിട്ടാണ് കേസ് എടുക്കാറുള്ളത്. എന്നാൽ ഈ കേസിൽ, മലാപ്പറമ്പ് പെൺവാണിഭ കേസിൽ അത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇമ്മോറൽ ട്രാഫിക്കിംഗ് പ്രിവെൻഷൻ ആക്ട് പ്രകാരമാണ് ഈ പ്രതികൾക്കെതിരെ കേസെടുത്തത്. അതിനാലാണ് ഇവർക്ക് ജാമ്യം ലഭിക്കാൻ ഇടയായത് എന്നൊരു ആക്ഷേപമാണ് പോലീസുകാർക്കെതിരെ ഉയരുന്നത്. നേരത്തെ തന്നെ ഈ പോലീസുകാർക്ക് ഒളിവിൽ കഴിയാൻ ഉൾപ്പെടെയുള്ള സഹായം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നൊരു ആരോപണമുണ്ട്. കാരണം ഈ ജാമ്യം കിട്ടുന്ന കേസായിരുന്നുവെങ്കിൽ പോലീസുകാർ എന്തിന് ഒളിവിൽ പോയി എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അവർക്ക് നേരത്തെ തന്നെ പിടികൊടുത്തതിന് ശേഷം ജാമ്യം തേടാമായിരുന്നില്ലേ എന്നൊരു വാദമാണ് പ്രധാനമായിട്ട് മുന്നോട്ടേക്ക് വെക്കുന്നത്. ഒളിവിൽ കഴിയാൻ സഹായിച്ചത് മൂലം ഇവരെ തെളിവ് നശിപ്പിക്കാൻ കൂടിയിട്ടാണ് പോലീസ് സഹായിച്ചത് എന്നൊരു ആരോപണമാണ് നേരത്തെ മുതൽ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് ഈ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് ഇത്തരത്തിൽ ഈ പോലീസുകാർക്കെതിരെ നടത്തിയ ഇടപെടൽ, അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്തുള്ള FIR രജിസ്റ്റർ ചെയ്തതിൽ വകുപ്പ് ചാർത്തിയതിൽ ഒരു കൃത്യവിലോപം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നൊരു ആരോപണം പ്രധാനമായിട്ട് മുന്നോട്ടേക്ക് വെക്കുന്നത്. കാരണം ഈ പെൺവാണിഭ സംഘത്തെ നയിച്ചത്, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്തത്, അവർക്ക് വിവരങ്ങൾ ലഭ്യമാക്കി കൊടുത്തത് പോലീസാണ്. പോലീസിന്റെ സഹായത്തോടു കൂടി നിരവധി വർഷത്തോളം കാലം ഇത്തരത്തിലൊരു പെൺവാണിഭ സംഘത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നൊരു ആരോപണം ശക്തമായി വന്നിരുന്നു. ആദ്യം തന്നെ ഈ 6 പേരെ അറസ്റ്റ് ചെയ്ത സമയത്ത് നടത്തിപ്പുകാരും അല്ലെങ്കിൽ ഇടപാടുകാരുമായിട്ടുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്ത് തന്നെ പോലീസുകാർക്ക് പങ്കുണ്ട് എന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സിറ്റി പോലീസിലെ 2 ഡ്രൈവർമാർക്ക് ഈ കേസിൽ പങ്കുണ്ട് എന്നും അവരെ പ്രതി ചേർക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവരെ പിടികൂടാൻ ഒരു കാലതാമസം ഉണ്ടായി. ഈ കേസ് ഉണ്ടായതിനു ശേഷം 5 ദിവസത്തിന് ശേഷം മാത്രമാണ് താമരശ്ശേരിയിൽ നിന്ന് ഇവരെ പിടികൂടിയിട്ടുള്ളത്. പിടികൂടിയതിനു ശേഷവും ഇവർക്കെതിരെ ചാർത്തിയിട്ടുള്ള വകുപ്പ് കൃത്യമായി ഇവർക്ക് ശിക്ഷ ലഭിക്കാൻ തക്കതായ വകുപ്പല്ല എന്നൊരു ആരോപണവും ആക്ഷേപവും ഒക്കെ വരുന്നു. അതേസമയത്ത് തന്നെ ഈ ആരോപണത്തെ സിറ്റി പോലീസ് നിഷേധിക്കുന്നുണ്ട്. കാരണം തങ്ങൾ കോടതിയിൽ ഇവർക്ക് ജാമ്യം കൊടുക്കരുത് എന്നും ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന തരത്തിലുള്ള കാര്യമാണ് കോടതിയെ ധരിപ്പിച്ചത് എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ അരുൺ കെ പവിത്രൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവർക്ക് ജാമ്യം നൽകിയിട്ടുള്ള കോടതിയുടെ നടപടി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും കോടതിയെ സമീപിക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നു. അതായത് ഇത്തരത്തിലും ആരോപണത്തിനും ആക്ഷേപത്തിനും യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ല. ഈ കേസിനെ വേണ്ട രീതിയിൽ തന്നെയാണ് പോലീസ് സമീപിച്ചിട്ടുള്ളത്. പോലീസുകാർക്ക് ജാമ്യം ലഭിക്കണമെന്നുള്ളത് തങ്ങളുടെ താല്പര്യമായിരുന്നില്ല. ഇവരെ പിടികൂടാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ദ്രുതഗതിയിൽ തന്നെ പോലീസ് നടത്തി എന്നൊരു കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. അതിന്റെ കൂട്ടി ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കിപ്പം ജാമ്യം നൽകിയിട്ടുള്ള കോടതിയുടെ നടപടി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പീൽ നൽകുമെന്നാണ് പറഞ്ഞിട്ടുമുള്ളത്. കൃഷ്ണരാജ്, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ കെ വേണുഗോപാൽ.